ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് അറിയോ? ചിക്കൻ ചുക്കയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ചിക്കൻ ചുക്ക വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് വീഡിയോ കാണാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഓൾ എന്ന ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയും വേണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് ചിക്കൻ ചുക്ക വീട്ടിൽ തയ്യാറാക്കിയെടുക്കുന്നത് നോക്കിയാലോ? വീഡിയോ കാണാം. ഞാൻ ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്നത് 500 ഗ്രാം ചിക്കനാണ്. പിന്നെ നമുക്കതിലേക്ക് 2 ഉള്ളി വേണം, വലിയ ഉള്ളി. അത് ഞാൻ ചെറിയ തിന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് പച്ചമുളകാണ്. അത് ഞാനൊരു 2 എണ്ണം എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ അളവിൽ വേണം. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കറിവേപ്പില മല്ലിയിലും അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊരു തക്കാളി കൂടെ ഇതിലേക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഞാനൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് അടുപ്പത്തേക്ക് ഇട്ടിട്ടായിരുന്നു. നമുക്കതൊന്ന് ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ നല്ല ഗോൾഡൻ കളറായിട്ട് ഞാനത് അടുപ്പത്ത് നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന ഉള്ളി മുഴുവനായിട്ട് തന്നെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ലാസ്റ്റ് ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ നമുക്കതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് നമ്മളുടെ കൈ വെച്ച് തന്നെ ഈ ചിക്കനിലേക്ക് ഈ മസാലകളൊക്കെ കുഴച്ച് നല്ലോണം തിരുമ്മി പിടിപ്പിക്കണം. നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. നമ്മളുടെ ചിക്കനകത്തേക്ക് ഈ മസാല കൂട്ടുകളെല്ലാം പിടിക്കുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ട് നമ്മളുടെ കൈ വെച്ച് കുഴയ്ക്കുക തന്നെ ചെയ്യണം. എന്നിട്ട് നമ്മളൊരു 10-15 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ. അതിൽ കൂടുതൽ ടൈം വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ കുറച്ച് സമയം ഇവിടെ വെക്കുന്നുള്ളൂ. ഇനി നമുക്ക് ചിക്കൻ ചുക്ക തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നേരത്തെ ഞാൻ ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെളിച്ചെണ്ണ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് തന്നെയാണ് ഞാൻ ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ ചിക്കനും ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് ചിക്കൻ തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ട് ആ വെള്ളത്തിൽ തന്നെ കിടന്ന് വെന്തിട്ട് ചിക്കൻ നല്ല ഡ്രൈ ആയിട്ട് വരണം. വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ഇതിൽ ചേർത്ത് കൊടുക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് ഫുൾ ഫ്ലെയിമിലിട്ട് ചെയ്യരുത് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ വെള്ളമൊന്നും ചേർക്കാത്തത് കാരണം ചിലപ്പോൾ അടി പിടിക്കാനുള്ളൊരു ചാൻസ് ഉണ്ടാവും. അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് ചിക്കൻ വേവുന്ന സമയം വരെ ഇത് വേവിച്ചെടുക്കാം. ഇപ്പോൾ എൻ്റെ ചിക്കൻ ചുക്കൊക്കെ ഇവിടെ നല്ല സെറ്റായിട്ട് വെന്ത് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ചിക്കൻ ചുക്കയുടെ ഫൈനൽ ലുക്ക്. കാണാനും അടിപൊളിയാണ്, കഴിക്കാനും വളരെ ടേസ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും തീർച്ചയായും എൻ്റെ ഈ റെസിപ്പി നിങ്ങൾ വീട്ടിലൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ പുതിയ റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.